നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? നമ്മുടെ ലൈഫിനെ പലപ്പോഴും നമുക്ക് ഇങ്ങനെ തിരിക്കാം. പേഴ്സണൽ ആയിട്ടുള്ള ലൈഫുണ്ട്, ഫാമിലി പരമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്, നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ സ്പിരിച്വാലിറ്റി സംബന്ധമായിട്ടുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8ഓളം ഏരിയാസ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്ന ഫാമിലി ആയിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് കേൾക്കുന്നില്ല, ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ വൈഫ് കേൾക്കുന്നില്ല, എനിക്കും എൻ്റെ വൈഫും തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഏരിയയായി? ഫാമിലിയിൽ സ്ട്രഗിളായി. ഞാൻ എൻ്റെ കുട്ടികളെ മര്യാദയ്ക്ക് കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കേൾക്കുന്നില്ല, അവരുടെ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായി പോയി? എന്ത് പ്രശ്നം വന്നു? ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. ക്ലിയർ? ഇനി ഫിനാൻഷ്യലി എല്ലാം കടമാണ്, എല്ലാം പ്രശ്നമാണ്, എല്ലാം ഇഷ്യൂസ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായി മാറി? ഫിനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആയി മാറി. ഇനി ഫ്രണ്ട്സിന്റെ ഏരിയ എടുത്ത് നോക്കുക. ഫ്രണ്ട്സിന്റെ ഏരിയ ആണെങ്കിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവമില്ല, എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫ്രണ്ട്ഷിപ്പില്ല, ഞാൻ ആകെപ്പാടെ സ്ട്രഗിൾ ചെയ്യുന്നു, അവിടെ ഇഷ്യൂ ആയി. അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 ഏരിയാസിൽ ഏതൊക്കെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്?